ഞാൻ ഓടി വരുമെന്ന് വിളിച്ചു. എൻ്റെ ഇക്കാക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം കിടന്ന് വിളിക്കുന്നുണ്ട്, കൈ ഉയർത്തി കിടന്ന് വിളിക്കുകയാണ്, രക്ഷിക്കണേ, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു, ഓടി ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ഗുരുതര ശ്വാസതടസ്സവുമായി എത്തിയ രോഗിക്കായി ആശുപത്രി തുറക്കാൻ വൈകി. രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വാതിലിൽ രോഗിയുടെ ഭാര്യ നിരവധി തവണ തട്ടി വിളിച്ച് കരയുമ്പോഴും വാതിൽ തുറക്കാൻ വൈകി. ഈ സമയം ശ്വാസം കിട്ടാതെ പിടഞ്ഞ് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്കാകുന്ന രോഗിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒടുവിൽ മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ആരോഗ്യരംഗത്തെ നമ്പർ 1-നെ ഈ ദൃശ്യങ്ങളും രോഗിയുടെ ഭാര്യയുടെ ഈ വാക്കുകളും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ശ്വാസം മുട്ടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഗ്രില്ലെല്ലാം പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഞങ്ങൾ പലതവണ വിളിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട്, അവർക്ക് പൂട്ട് തുറക്കാൻ കൂടി പറ്റുന്നില്ല. അവരെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിലായിരിക്കണം. ഞാൻ ഓടി വരുമെന്ന് വിളിച്ചു. എൻ്റെ ഇക്കാക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം കിടന്ന് വിളിക്കുന്നുണ്ട്, കൈ ഉയർത്തി കിടന്ന് വിളിക്കുകയാണ്, രക്ഷിക്കണേ, എനിക്ക് 2 മക്കളുണ്ട്, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു, ഓടി ഇങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഒരു സെക്യൂരിറ്റി വന്ന് പുള്ളിക്കാരനും കൂടെ പിടിച്ചിട്ടാണ് അകത്ത് കൊണ്ടുപോയത്. അകത്ത് പോയപ്പോൾ സിസ്റ്റർ പറഞ്ഞു അവിടുത്തെ കസേരയിലിരുത്താൻ. എന്നിട്ട് ഡോക്ടറും സിസ്റ്ററും കൂടെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് കാൽസ്യം കുറഞ്ഞതാണോ സോഡിയം കുറഞ്ഞതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 2 ദിവസം മുന്നേ രാത്രി ഇതുപോലെ കൊണ്ടുവന്നതാണ്, അപ്പോൾ ഡോക്ടർ തന്നെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഒന്ന് ആവി കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആ നഴ്സ് വെറുതെ സ്വിച്ചിട്ടിട്ട് ഇങ്ങനെ ആവിയുടെ ഇതിങ്ങ് തരുമായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓക്സിജൻ കൊടുത്തില്ല, അതുകൂടെ തരുമോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഓക്സിജൻ്റെ ഇതെടുത്ത് തന്നത്. അപ്പം ഞാനിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളി അപ്പോഴും ഇങ്ങനെ കുഴഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി ഇച്ചിരി മനസ്സാക്ഷി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് പിടിച്ചു കൊടുക്കുമോ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചുണ്ടൊക്കെ അങ്ങ് കറുത്തു. അപ്പോൾ അപ്പോഴും ഞാൻ പറയാനുണ്ട്, ബോധം പോയെന്ന് തോന്നുന്നു, എന്തെങ്കിലും ചെയ്യുമോ എന്ന് വെച്ചപ്പോൾ നഴ്സ് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. 2 വീലറിലാന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും സീരിയസ് ആയ ഒരാളെ 2 വീലറിലാണോ കൊണ്ടുവരുന്നതെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ആംബുലൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവർ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവറിനെ വിളിച്ചു. അതിനിടയിൽ വീൽ ചെയറിൽ കയറ്റി. അപ്പോൾ ആംബുലൻസിലോട്ട് കയറ്റുന്നതിന് മുന്നേ അപ്പോൾ ബോധം പോയി, മൂക്കിൽ നിന്ന് ഇങ്ങനെ പത വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, മൂക്കിൽ നിന്ന് പത വരുന്നുണ്ട്, ബോധം പോയി, അനങ്ങുന്നില്ല, വിളിച്ചിട്ട് അനങ്ങുന്നില്ല, ഒന്ന് CPR കൊടുക്കുന്നുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്തില്ല, ഡോക്ടർ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ സർക്കാർ ആശുപത്രിയിലാണ് സമയത്ത് ചികിത്സ കിട്ടാതെ കൊല്ലംകോണം സ്വദേശി ബിസ്മിൻ മരിച്ചത്. ഭാര്യ ജാസ്മിനാണ് ബിസ്മിനെ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയുടെ വാതിലുകളെല്ലാം അടച്ചിട്ട നിലയിലായിരുന്നു. നിരവധി തവണ വിളിച്ചതിനും കോളിംഗ് ബെൽ അടിച്ചതിനും ശേഷം മാത്രമാണ് ഡോക്ടർ ഒന്ന് പുറത്തേക്ക് വന്നത്. തുടർന്നും പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ലെന്ന് ബിസ്മിന്റെ ഭാര്യ പറയുന്നു. നെബുലൈസ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ മരുന്ന് പോലും ഒഴിക്കാതെ നെബുലൈസർ മുഖത്ത് വെച്ചെന്നും CPR നൽകാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഒടുവിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചതെന്നും ജാസ്മിൻ പറയുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ബിസ്മിൻ മരണപ്പെട്ടു. 37 വയസ്സായിരുന്നു ബിസ്മിന്. 11ഉം 5ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. ആശുപത്രിയിലെ അനാസ്ഥയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.